ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സ്നാക്ക് മാത്രമായിട്ടില്ല, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാ ഒരു പഴം വെച്ചിട്ടാണ്. നന്നായിട്ട് പഴുത്ത് കറുത്ത് നമ്മൾ കളയാൻ വെച്ച പഴാട്ടോ ഇത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പഴം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇതാ പഴമൊക്കെ ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് അടിച്ചെടുക്കണ്ട, കാരണം നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കടിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും കേട്ടോ. നമുക്ക് ഈ ഒരു പലഹാരം പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം, ഇനി ശർക്കരയോ വെല്ലോ എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ളത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെല്ലമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇനി പഞ്ചസാര മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്യേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നല്ല പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് തന്നെ ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏലക്കായ ചേർക്കുന്നില്ല. ഞാൻ ഉരുക്കി എടുത്തിട്ടുള്ള വെല്ലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 2 പീസ് മീഡിയം സൈസുള്ള നമ്മൾ സാധാരണ വലിപ്പമുള്ള വെല്ലം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി അരിച്ചെടുത്തതിന് ശേഷം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂടോട് തന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പൊടി ആട്ടോ. 1 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ചേർത്തിട്ടുണ്ട് കേട്ടോ വീറ്റ് ഫ്ലോറേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം, കാരണം ഇത് നല്ല ചൂടിലല്ലേ ഉള്ളത്. അപ്പോൾ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിന്ന് കാണുന്ന സമയത്ത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ദോശമാവിനേക്കാളും ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആകണം, എന്നാൽ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ലൂസായിട്ടും ഉണ്ടാകണം കേട്ടോ. നല്ല ടൈറ്റ് ആകാനും പാടില്ല, നല്ല ലൂസ് ആകാനും പാടില്ല. ആ ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം നല്ലൊരു പാകത്തിനായിട്ട് നമ്മൾ മാവ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിപ്പം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് പോലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ മിക്സ് ആക്കി എടുത്തിട്ട് ഈ ഒരു പാകത്തിന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ, ടൈം ഉണ്ടെങ്കിൽ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗീ തന്നെ ഒഴിച്ച് കൊടുക്കണം, എന്നാലാണേ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങട്ടെ. കളറൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയുടെ മാവുണ്ടല്ലോ, ഗോതമ്പ് പൊടിയും പഴവും നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മാവ് അതിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നമ്മളെ ദോശയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്ന പോലെ കൈ വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് നമ്മൾ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതുപോലെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് മുകൾ ഭാഗം നന്നായിട്ട് ആറി അപ്പോഴത്തെ ആ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മുരിഞ്ഞ സ്മെല്ലും വരും കേട്ടോ. അപ്പം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ആ ഒരു സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്ന് കുക്കായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കളർ നന്നായിട്ടൊന്ന് മാറി നല്ല മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീട്ടിൽ കറുത്ത് പോയ നമ്മൾ കഴിക്കാനൊന്നും പറ്റില്ലാന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും, ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.